വിശുദ്ധ കുരിശിന്റെ അടയാളത്താൽ ഞങ്ങളുടെ ശത്രുക്കളിൽ നിന്ന് ഞങ്ങളെ രക്ഷിക്കണമേ. ഞങ്ങളുടെ തമ്പുരാനെ, പിതാവിന്റെയും പുത്രന്റെയും പരിശുദ്ധാത്മാവിന്റെയും നാമത്തിൽ ആമേൻ. എസെക്കിയേൽ 31 അധ്യായത്തിൽ ദൈവം പ്രവാചകനായ എസെക്കിയേലിനെ ഉപയോഗിച്ച് ഈജിപ്തിനെയും അതിന്റെ രാജാവിനും മുന്നറിയിപ്പ് നൽകുന്നു. ഇത് 14 തിരുവചനത്തിൽ സംഗ്രഹിച്ചിരിക്കുന്നു. ജലത്തിനരികെ നിൽക്കുന്ന ഒരു വൃക്ഷവും തന്റെ ഉയർച്ചയിൽ അഹങ്കരിക്കാതിരിക്കേണ്ടതിനും തന്റെ അഗ്രം മേഘങ്ങൾ വരെ ഉയർത്താതിരിക്കേണ്ടതിനും ജലം സുഭിക്ഷമായി വലിച്ചെടുക്കുന്ന ഒരു വൃക്ഷവും അത്രയ്ക്ക് ഉയരത്തിൽ എത്താതിരിക്കേണ്ടതിനും വേണ്ടിയാണിത്. എന്തെന്നാൽ പാതാളത്തിൽ പതിക്കുന്ന മർത്യരോടൊപ്പം ഭൂമിയുടെ അധോഭാഗത്തിന് മരണത്തിന് അത് ഏൽപ്പിക്കപ്പെട്ടിരിക്കുന്നു. എസെക്കിയേൽ 32 അധ്യായം ഈജിപ്തിനെയും അതിന്റെ രാജാവായ ഫറവോയെയും കുറിച്ചുള്ള ദൈവത്തിന്റെ വിചാരണ പ്രസംഗങ്ങളാണ്. ദൈവം ഫറവോയെ നൈൽ നദിയിലെ വലിയ ചൂരൽമീനായി ചിത്രീകരിക്കുന്നു. ഫറവോ തന്റെ ശക്തിയും മഹത്വവും പ്രശസ്തിയും കാരണം അഹങ്കരിച്ചിരിക്കുകയാണെന്ന് ദൈവം പറയുന്നു. ഞാൻ നിന്റെ മേൽ വലവീശി നിന്നെ നദിയിൽ നിന്ന് വലിച്ചെറിയും. പക്ഷികളും മൃഗങ്ങളും നിന്നെ തിന്നും. നിന്റെ രാജ്യത്ത് ഇരുട്ടും ശൂന്യതയും വരും. ഈജിപ്തിലെ നഗരങ്ങൾ നശിക്കും. നീ തകർന്നാൽ ചുറ്റുമുള്ള രാജ്യങ്ങൾ സങ്കടത്തിലാകും. ദൈവം ഫറവോയെയും ഈജിപ്തിനെയും പാതാളത്തിലേക്ക് ഇറങ്ങുന്ന രാജ്യങ്ങളോടൊപ്പം ചേർക്കപ്പെടുമെന്ന് പ്രഖ്യാപിക്കുന്നു. അവിടെ അടങ്ങിയിരിക്കുന്നവരാണ് അസിറിയ, ഏലാം, മോശെക്, തൂബാൽ, ഏദോം, സീദോൻ. ഇവയെല്ലാം മുമ്പ് ശക്തിയിൽ പ്രസിദ്ധമായിരുന്നെങ്കിലും ഇപ്പോൾ മരിച്ചവരുടെ ലോകത്തിലാണ്. ദൈവം പറയുന്നതിന്റെ സാരം, ശക്തികളെന്ന് കരുതിയ ഓരോ രാജ്യങ്ങളും ദൈവത്തോടെതിരായി നിന്നാൽ അവരുടെ അന്ത്യം ഒരുപോലെ തന്നെയാണ് എന്നതാണ്. ദൈവമായ കർത്താവ് അരുളിച്ചെയ്യുന്നു, വാളിനിരയാക്കപ്പെട്ട ഫറവോയും അവന്റെ സൈന്യവും അവരെ കാണുമ്പോൾ സ്വന്തം ജനങ്ങളെക്കുറിച്ച് ആശ്വാസം കൊള്ളും. ജീവിക്കുന്നവരുടെ ദേശത്ത് അവൻ ഭീതി പരത്തി. എന്നാൽ ഫറവോയും അവന്റെ ജനവും അപരിച്ഛേദരുടെ ഇടയിൽ വാളിനിരയാക്കപ്പെട്ടവരോടുകൂടെ കിടക്കും. ദൈവമായ കർത്താവ് അരുളിച്ചെയ്യുന്നു. പരിശുദ്ധാത്മാവെ, തിരുവചനത്തിന്റെ അനന്തശക്തിയാൽ ആത്മാവിന്റെ ബലങ്ങളും ദാനങ്ങളും നൽകി തീക്ഷ്ണതയാൽ ഞങ്ങളെ ജ്വലിപ്പിക്കണമേ. ആമേൻ.